ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഏതൊരു വേദനയ്ക്കും സഹനത്തിനും അർത്ഥമുണ്ടെന്ന് ഈ പരിശുദ്ധ അൾത്താര നമ്മളെ പഠിപ്പിക്കുകയാണ്. നമ്മൾ കടന്നു പോകുന്ന എല്ലാ അനുഭവങ്ങളെയും വേറിട്ട ഒരു കാഴ്ചപ്പാടിൽ കാണുന്നതിന് ഈ അൾത്താര നമ്മളെ സഹായിക്കും. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കുക. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ നമുക്ക് വലിയ ഭാരമാണ്, ഇതൊരു കുരിശാണ് എന്ന് ചിന്തിച്ച് നമ്മൾ വല്ലാണ്ട് സങ്കടപ്പെടുന്നുണ്ടാവും. ഒരുപക്ഷെ ചില വ്യക്തികളെ നമ്മൾ അപ്രകാരം മനസ്സിലാക്കുന്നുണ്ടാവും. ഇതെനിക്കെപ്പോഴും ഭാരമാണ്, ഈ വ്യക്തി എപ്പോഴും എനിക്ക് ദുഃഖമാണല്ലോ സമ്മാനിക്കുന്നത്, ഇയാളോടത്തുള്ള ജീവിതം തന്നെ വലിയ ഭാരമാണല്ലോ എന്നൊക്കെ ഒരുപക്ഷെ കുടുംബജീവിത വഴികളിൽ ചിലരുടെ ഉള്ളിൽ തോന്നാം. ജീവിത വഴികളിൽ നമ്മൾ കണ്ട അനുഭവിച്ച എല്ലാ ബന്ധങ്ങളെയും ഈ പരിശുദ്ധ അൾത്താരയുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ, കർത്താവേ, എൻ്റെ ഇന്നത്തെ എല്ലാ അനുഭവങ്ങൾക്കും മറ്റൊരു തലമുണ്ടെന്ന് എന്നെ പഠിപ്പിക്കുന്നവനെ ഈ അൾത്താരയുടെ മുമ്പിൽ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന ഈ വലിയ സത്യം ഞങ്ങളിതാ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് ഞങ്ങളിൽ അത്ഭുതകരമായിട്ട് ഇടപെടണമേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് കരങ്ങളും ഒരു നിമിഷം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുന്ന സമയം ഓരോ വ്യക്തിയും വിശ്വസിക്കുക, എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നു പോകുന്ന എല്ലാ ദുഃഖങ്ങൾക്കും മറ്റൊരു വശമുണ്ട്. ഇന്ന് ഞാൻ ഒരുപക്ഷെ മനസ്സിലാക്കുന്നത് പോലെയല്ല, ഇതിനൊക്കെ മറ്റൊരു വശമുണ്ട്. പത്രോസ്ലീഹ ഈ വലിയ രഹസ്യം മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തൻ്റെ ലേഖനത്തിൽ കുറിച്ചു വെച്ചില്ലേ, ഇതാ ഈ നിങ്ങൾ ഇന്ന് സഹിക്കുന്ന സഹനങ്ങളൊക്കെ, പീഡകളൊക്കെ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്ന പോലെ പരിഭ്രമിക്കരുത്, മറിച്ച് ക്രിസ്തുവിന്റെ പീഡകളിൽ പങ്കുകാരാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ഓരോ വ്യക്തിയും ആഹ്ലാദിക്കുന്ന തീരുമാനം. എന്തിനെന്നറിയോ? യേശുവിൻ്റെ കൂടെ സഹിക്കാൻ നിനക്കൊരു വിളി കിട്ടിയിരിക്കുന്നു. നിന്റെ സഹനങ്ങളെ ദൈവത്തിനു മുമ്പിൽ സമർപ്പിച്ച് ഒരു സ്തുതിപ്പായി, ഒരു ആരാധനയായി അർപ്പിക്കുക. ഒരു പക്ഷേ ജീവിതത്തിൽ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ല. ചില കാര്യങ്ങൾ ഇത് കുരിശാണ്, ഇതൊരു ഭാരമാണെന്ന് കണക്കാക്കി ചിലര് വല്ലാതെ ഭാരപ്പെടുന്നുണ്ടല്ലോ. ജീവിതത്തിൽ പരീക്ഷയിൽ വിജയം ലഭിച്ചില്ല എന്ന് കരുതി പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളൊന്നും നടന്നില്ല, എൻ്റെ ജീവിതം ഒരു തകർച്ചയാണല്ലോ എന്ന് കരുതി ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരുണ്ടല്ലോ. ഈ ശുശ്രൂഷ സമയത്ത് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം. ദൈവമേ, ഒരു അത്ഭുതകരമായ ദൈവശക്തി, എൻ്റെ ഈ സഹനങ്ങൾക്കൊരർത്ഥമുണ്ടെന്ന് എന്നെ പഠിപ്പിക്കുന്നവനെ, ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായൊരു ദൈവശക്തി എൻ്റെ മേൽ പ്രവർത്തിക്കട്ടെ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ദൈവജനം നന്നായിട്ട് ദൈവത്തെ സ്തുതിക്കാനും ആരാധിക്കാനും തീരുമാനിക്കുക. ഇന്നത്തെ നമ്മുടെ സഹനങ്ങളെ ഒരു ആരാധനയായിട്ട് അർപ്പിക്കുക. ഈ സഹനങ്ങൾക്ക് അർത്ഥമുണ്ട്. ഒരുപക്ഷെ ചില ശാരീരിക പീഡകളാവും. ദൈവമേ, ഇതെങ്ങനെ സംഭവിച്ചു, ഇതിൽ ഞാൻ ഭാരപ്പെടുന്നു എന്നായിരിക്കും ചിന്ത. എന്നാൽ ഈ സഹനത്തെ കർത്താവ് ഒരു അനുഗ്രഹമാക്കി മാറ്റും. കരങ്ങൾ ഉയർത്തിപ്പിടിച്ചോളൂ. ഉയർത്തിപ്പിടിച്ച കൈകളിൽ നിന്റെ കുരിശ്, നിന്റെ ഭാരത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈശോയെന്ന് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം നീ വിശ്വസിക്കുക, യേശുവിന്റെ ശക്തി എൻ്റെ മേൽ വെളിപ്പെടുന്നു. യേശുവിന്റെ ശക്തി ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടുന്നു. യേശുവിന്റെ ശക്തി ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്വരമുയർത്തി എല്ലാവരും സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചേ. എന്റെ ഈശോയെന്ന് വിളിച്ചെന്ന് സ്തുതിച്ചേ. നാവിന്റെ എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. ഒരു പുത്തൻ അഭിഷേകം ദൈവ മക്കളിലേക്ക് ഈ അൾത്താര സമ്മാനിക്കട്ടെ. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. കർത്താവേ, അങ്ങ് ഞങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ സഹനങ്ങൾക്ക് മറ്റൊരു തലമുണ്ടെന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നവനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. കർത്താവേ, മഹത്വം കർത്താവേ, ആരാധന കർത്താവേ, നന്ദി കർത്താവേ, സ്തുതി കർത്താവേ, ആരാധന കർത്താവേ.